ചാവാൻ തുടങ്ങുക എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇവൻ ചിരിച്ചോണ്ടല്ലേ പറയുന്നത്. ആസ് പെർ മൈ നോളജാണ് ഞാൻ പറയുന്നത്, എനിക്കറിയത്തില്ല ഇത് കറക്റ്റാണ്. പക്ഷികൾ എത്രയോ ടൈപ്പ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ കാക്കയില്ലേ, നമ്മുടെ ഈ രാവിലെ ക്രാ ക്രാ എന്ന് പറയുന്നത് ഈ സാധനമാണ്. മരുന്നിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് ഇതിനെ ഉപദ്രവിക്കുന്നത്, അതിനെ കഴുത്തിൽ കൊത്തി നോവിക്കുകയും അതിനെ മുറിക്കുകയോ ഒക്കെ ചെയ്ത് ഇതിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ ജീവി കാക്കയാണ്. അപ്പോൾ പരുന്തെന്തോ ചെയ്യുന്നത്, പരുന്തതിന് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതതിൻ്റെ വിശാലമായ ചെറുകൾ ഉയർത്തി അനന്തമായ വിഹായസിൽ ഇതിങ്ങനെ പറന്ന് 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 അതിങ്ങനെ മേലോട്ട് ചെല്ലും. അപ്പോൾ എന്താ പറ്റും, മേളിലിരിക്കുന്നവനെ ഇങ്ങനെ വരും, ശ്വാസം കിട്ടും, ശബ്ദമില്ല, അവൻ്റെ ചൂടടിച്ച്. ഇതിൽ അവനെ സംബന്ധിച്ചത് വിഷയമില്ല, കാരണം അവൻ ആ ഹീറ്റിനകത്ത് ആ തീക്കകത്ത് കിടന്ന് വളർന്നവനാവൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ, നിശ്ചിത സമയം കഴിയുമ്പോൾ ഇവൻ ചത്ത് വീഴുമെന്നേ. എന്നിട്ട് മറ്റവൻ പയ്യനെ താഴെ ഇറങ്ങി വരും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പരുന്തിനെ പോലെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേളിൽ നിന്ന് ഫിലിക്സ് പക്ഷിയെ പോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ നോക്കി ചിരിക്കണം. പോടാ ഒല്ലേ എന്ന് പറയണം. റിവോൾവിങ് ദ ടൈം, എപ്പോഴും ഈ സമയം എപ്പോഴും ഇങ്ങനെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും, നിങ്ങളുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ടൈമിൽ നമ്മൾ അതുകൊണ്ട് എന്ത് ഏൺ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടൈമിനുണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു. കുറേ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തു. എൻ്റെ പൊന്ന സഹോദര, എന്ത് റിലേഷൻഷിപ്പ്? വാട്ട് യു മീൻ ബൈ ദ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിഥ്യയായ ധാരണയാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാൾ ഇന്നത്തെ ഫ്രണ്ട് ഇന്നലത്തെ ഫ്രണ്ടല്ല, നാളത്തെ ഫ്രണ്ട്, നാളെ ഉണ്ടാകാൻ പോകുന്ന ഫ്രണ്ട് നിങ്ങളെ ആരുമല്ല. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ന്യൂനതകൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുത്ത് അവസാനം ഇവരൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നു, അയ്യോ മൊത്തം നഷ്ടപ്പെട്ടു, ഞാൻ ഇപ്പോൾ തീരുക. നിങ്ങൾ ചത്താൽ ആർക്കാടൂ എന്താ നഷ്ടം? നിങ്ങളോട് ഞാൻ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ചോദിക്കുകയാണ്. നിങ്ങളിൽ എത്ര പേർക്ക് അച്ഛനുണ്ട്, എത്ര പേർക്ക് അമ്മയുണ്ട്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്? ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഈ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരിച്ചുപോയ ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര ദിവസം പേർക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്? ഇന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും സ്നേഹനിധിയായ, അന്ന് കളിയോടക്കായും ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടാക്കി തന്നിരുന്ന നിങ്ങളുടെ അമ്മമ്മയെ നിങ്ങൾ ഇന്നാ ഓർക്കുന്നത്, ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ. മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങൾ എത്രത്തോളം വലിയ ആളാണെങ്കിലും, നിങ്ങൾ എത്രത്തോളം ചെറിയ ആളാണെങ്കിലും, നിങ്ങളെ ഒരാൾ ഓർക്കപ്പെടുന്നത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. ഇവിടെ ഈ റോഡിൽ കണ്ട സർവ്വമാന അലവലാദികൾ, ഈ കാണുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് പറയുന്നവന്മാരും ഈ പഠിപ്പിക്കാൻ വരുന്ന സർവ്വമാന തെണ്ടികളും പറഞ്ഞു തരുന്നു, ദാറ്റ് ഈസ് എ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ്. എന്താണ്? എവിടെയാണ്? ഐഡൻറ്റിറ്റി ഈസ് യുവർ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടാൽ നിങ്ങൾ മരിച്ചു പോകുന്നു. മൈ ഡിയർ ഫ്രണ്ട്, ഐ എം എഗൻസ്റ്റ് ഇറ്റ്. കാരണം നിങ്ങളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇവിടെ അല്ല, നിങ്ങൾ നാളെ പോലെ പോകുന്നത് ഇസ്രായേലിൽ പോവാണ്, നിങ്ങൾ അമേരിക്കയിൽ പോവാണ്, USSR പോവാണ്, നിങ്ങൾ അന്റാർട്ടിക്കയിൽ പോവാണ്. നിങ്ങളുടെ ഐഡൻറ്റിറ്റിക്ക് എന്താണ് വാല്യൂ? നിങ്ങളുടെ ജീവിതത്തിനാണ് വാല്യൂ. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്ന സാധനത്തിനാണ് വാല്യൂ. ആ സാധനത്തിനെ കഴിഞ്ഞല്ലാതെ ഒരു സാധനത്തിന് ഈ ഭൂമിക്ക് മേളിൽ അത് എന്തെന്ന് പറഞ്ഞാലും വിട്ടുകളിക്കരുത്. ഇനി നമുക്ക് കഥകളിലേക്ക് വരാം. ഇനി ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കഥകളുടെ ഒരു കൂമ്പാരം അങ്ങോട്ടിടാം. മരിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ കഥ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് റെലവൻറ്റ് കണ്ടന്റിലേക്ക് ഞാൻ പോകാം. എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിരുന്ന കഥയാണ്. സൂറത്തിൽ വെച്ച് പെട്ടെന്ന് പറയുകയാണ്, സൂറത്തിൽ വെച്ച് ഒരുപാട് നാൾ കൊണ്ടൊരു മനുഷ്യൻ ഒരു ലാംബട്ര എന്ന് പറയുന്ന സ്കൂട്ടർ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു അയാൾ കുറേ നാൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ആ ആഗ്രഹിച്ചിരുന്ന ഒരാൾ കുറേ പൈസ ഉണ്ടാക്കിക്കൊണ്ട് അവസാനം വന്ന് ഒരു ലാംബട്ര വാങ്ങിച്ച് വണ്ടി കൊണ്ട് വെളിയിൽ കൊണ്ടുവച്ചു. ഇതിന് ശേഷം ഇത് തിരിച്ചിറങ്ങി വന്ന് ഒരു സീറ്റ് കവറോട് വാങ്ങിക്കാം, മോർ കംഫർട്ട് എന്ന് പറഞ്ഞൊരു സീറ്റ് കവറോട് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ സാധനം ആരും എടുത്തുകൊണ്ട് പോയി. തിരിച്ചു വന്ന ആളെ സംബന്ധിച്ച് മുന്നിൽ ഒരു വഴിയുമില്ല. കാരണം ജീവിതത്തിൽ മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന 5000 രൂപ 1980കളുടെ കഥയാണ് പറയുന്നത്, അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇനി എൻ്റെ മുന്നിൽ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, ഇനി എനിക്കൊന്നും വേണ്ട, ഞാൻ എന്താ ചാടാൻ പോവുകയാണ്, ഇതാ നോക്ക് എന്ന് പറയും. ഞാനെടുത്ത് ചാടും, ഈ തോട്ടിലേക്ക് എടുത്ത് ചാടും. ഈ തോടൊന്നുമല്ല, വലിയ ഒരു കഥയല്ലേ, സൂററ്റാണ്, വലിയ അവിടെ സൂറത്തിൽ നദിയൊന്നുമില്ല, ഒരു കഥയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ കഥ പ്രകാരം ഒരുത്തനെടുത്ത് അങ്ങോട്ട് ചാടി ഇതാ വേറെ ബ്ലുമ്പെന്ന് വീണ്ടും ഒരു സ്ഥലത്ത് ഒരുത്തൻ വെള്ളത്തിൽ വീണ ഒരു ബ്ലുമ്പല്ല ഉള്ളൂ, ഒരു 2 ബ്ലുമ്പോ, ഇപ്പോൾ വീണ്ടും അതിന് ബോണസും കിട്ടിയോ എന്ന് പറഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ ഒരു കൊച്ചുകുട്ടി അതിനകത്ത് ചാടി കിടക്കുകയാണെന്നേ. അപ്പോൾ ആ കുട്ടി യവൻ വരിച്ച് മേളിൽ കൊണ്ടുവന്നിട്ട് ചന്തയ്ക്ക് 2 അടിയും കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതിനകത്ത് ചാടി എന്തിനാന്ന് എന്ന് ചോദിക്കും. അവൻ പറയും, അയ്യോ ഞാനത് വീണ് പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ ഓടി പിടിച്ചിങ്ങോട്ട് വരുവാണ്. ഓടി പിടിച്ച് വന്നിട്ട് ചോദിക്കും, അയ്യോ ഞങ്ങൾ സാറേ നിങ്ങൾ എന്താണ് എന്ത് സംഭവിച്ചാൽ നിങ്ങളെ കുട്ടിയെ രക്ഷപ്പെടുത്തിയല്ലോ. ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുന്നത്? സാറിന് രീതിയിൽ നമ്മളെ ചെയ്യുന്നത് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ
സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. വരോ എന്തായാലും രക്ഷപ്പെടുത്തിയില്ലേ ഒരു പട്ടിക്കാരൻ ഇടറാടി എന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പുള്ളി ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു, എടാ നീയേ ആ കൊച്ചിനെ രക്ഷപ്പെടുത്തി, അതെനിക്ക് മനസ്സിലായി. ഈ പഞ്ചാബി ചോദിക്കുക, നീ എന്തിനായിരുന്നു അവിടെ ചാടിയത്? സാറേ അതെ, ഞാൻ എൻ്റെ 20 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായി ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയായിരുന്നു. ആ പൈസ കൊടുത്തു വെച്ചിരുന്ന സ്കൂട്ടർ ആരോ മോട്ടിച്ചുകൊണ്ട് പോയി. അതിൻ്റെ പേരിൽ എനിക്കിനി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ മുഴുവൻ അധ്വാനവും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് ചാടിയത്. ഇവ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് ഓടാ പുല്ല് എന്ന് പറഞ്ഞ് ചെബുത്താരയ്ക്ക് ഒരെണ്ണം കൊടുത്തിട്ട് ഒരു ബെൻസുകാരൻ്റെ ദാഹം എടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ നോയിഡയിലെ ഉത്തർപ്രദേശ് നോയിഡയിലുള്ള മുഴുവൻ സാധനത്തിൻ്റെയും ബെൻസ് കാറുകളുടെയും ഡീലർഷിപ്പുള്ള അഗർവാൾ സിംഗ് മെഹനത്ത എന്ന് പറയുന്ന ആളാണ് ഞാൻ. നീ ഈ ബെൻസ് കാറും കൊണ്ട് പോയിക്കോളെ. എന്ത് മനസ്സിലായി? എടോ മനുഷ്യ, തൻ്റെ കയ്യിലിരുന്ന ആ സ്കൂട്ടറിലെ ഈ സാധനം പോയത് തനിക്ക് ബെൻസ് കാർ ഓടിക്കാനാണ് യോഗ്യത. ആ യോഗ്യതയുള്ള താൻ ആലോചിക്കുക, ഒക്കത്തില്ല ഞാൻ ചാടും, പിടി എന്നെ പിടി ഞാൻ ചാടും എന്നെ പിടി എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുകയാണ്. ഈ ചാടുന്ന ഏതെങ്കിലും ഒരുത്തെ പ്രേമം പരാജയപ്പെട്ടു, ശരി ആയിക്കോട്ടെ, അതുകൊണ്ട് പ്രേമം പരാജയപ്പെട്ടത് കൊണ്ടോ ഡൈവോഴ്സ് ആയതുകൊണ്ട് യൂറോപ്പിലുള്ളത് കുറേ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എനിക്ക് നേരിട്ട് പറഞ്ഞു തന്നല്ല, SGK നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കഥകൾ മാത്രമേ പറയുന്നത്, ലാസ്റ്റിലെ ഒരു കാര്യം പറയാനുണ്ട്, അത് നിങ്ങൾ കേൾക്കണം, അത് നിങ്ങളെ കേട്ടേ പറ്റൂ, ഇല്ല ഞാൻ കേൾപ്പിക്കും, പക്ഷേ കഥകൾ ഞാൻ പറഞ്ഞിട്ട് നിർത്തത്തുള്ളൂ. അപ്പോൾ അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പ്രശ്നം, വീട്ടിൽ കണ്ടുപിടിച്ചിട്ട് സ്ഥിരമായിട്ട് വരിക ഭർത്താവ്, ശരി ഉണ്ട്, ഡൈവേഴ്സ് ചെയ്യണം, ശരി, ഇന്ന് ഇതിൻ്റെ പ്രശ്നം എന്താണ്, അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേറൊരു പെണ്ണോട്. എൻ്റെ പൊന്നു സുഹൃത്തേ, ഇവിടെ കിടക്കുന്ന ഈ ആൾക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കുക, ഞാൻ ഇന്നും ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ എന്നോട് ഇങ്ങനെ ഇതൊക്കെ പറയുന്നല്ല ചെയ്യുന്നത്. അവർ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് പറയുന്നത്, ഡേയ് നമുക്ക് ഈ വെള്ളിയാഴ്ച ഇന്ന് ഫ്രീ ആവണം കേട്ടോ, എത്ര മണിക്കാണ്, വൈകിട്ട് 4 മണിക്ക് വാ, നമുക്ക് ഒരിടത്ത് പോയി ഇരിക്കണം, അവിടെ പോയി എന്നിട്ട് പറയാം. മൈ ഡിയർ, എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റേതായ കൺസെപ്റ്റുകളുണ്ട്, ഇത് ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. ഇതിനിപ്പോൾ ഇംഗ്ലീഷിലോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള അത്ര വലിയ നോളജൊന്നും എനിക്കില്ല, വേണമെങ്കിൽ ചുമ്മാ ഒന്ന് തട്ടാം, അത് വേണ്ട. എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്, എൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ വിത്ത് യുവർ ആറ്റിറ്റ്യൂഡ്സ്, യുവർ ഇൻസ്റ്റിങ്സ്, ഇത് നമ്മളുമായിട്ട് സ്യൂട്ടബിൾ ആകുന്നില്ല, നമുക്കത് ഒഴിഞ്ഞൂടെ? ഓക്കെ. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന പുള്ളി, ഞാൻ ഇത് നിന്നോട് നേരത്തെ പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ ഡയലോഗല്ല, SGK പറഞ്ഞ ഡയലോഗാണ്. എത്രയോ മനോഹരമായ ആചാരങ്ങൾ ഇന്ത്യയിൽ കിടക്കുന്നതിൻ്റെ കൂട്ട് ഇവനെ ജീവിതകാലം മൊത്തവും സഹിക്കുക, ഇവളെ ജീവിതകാലം മൊത്തവും സഹിക്കുക, ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരാൾക്ക് പറ്റുന്നില്ല എങ്കിൽ അയാൾക്കൊരു സ്പേസ് കൊടുക്കുകയാണ്. ഓക്കെ, നീ അങ്ങോട്ട് മാറിയുന്നു, ശരി, നിൻ്റെ പ്രശ്നം എന്താണ്, നിനക്കിതാണ്, എൻ്റെ പ്രശ്നം ഇതാണ്, എന്നെ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് ഇസ് യുവർ റിയൽ ഇഷ്യൂ, ക്യാൻ ബി ഡിസ്കസ്? പറ്റത്തില്ല. ഇത് പിന്നെ ആദ്യം ആലോചിക്കേണ്ട കാര്യം, ഇവളെ എന്തുകൊണ്ട് നേരത്തെ എനിക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല, ഇതാണോ ആലോചിക്കേണ്ടത്? ഇത് ഞാൻ പറഞ്ഞു തീരുന്നത് മുതൽ എന്തൊക്കെയാണ് ഇതിൻ്റെ താഴെ വരാൻ പോകുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഇവളെ എന്നതിന് പകരം ഇവനെ എന്നൂറുണ്ട്. ബേസിക്കലി നിങ്ങളുടെ അല്ല ഈ പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളെ വളർത്തിയ ഒരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ കൊച്ചു പ്രായത്തിൽ ഇരിക്കും പറയാം, ചോറുണ്ടല്ലേ കൂക്കി വരും കേട്ടോ, കൂക്കി എവിടെ ഇരിക്കുക, കാരണം കൂക്കിക്ക് വേറെ പണിയൊന്നുമില്ല, കൂക്കി രാവിലെ എഴുന്നേറ്റിങ്ങനെ വന്നിരിക്കുക ചോറുണ്ടോന്ന്. കൊച്ചു പ്രായത്തിൽ തലച്ചോറിന് ഒരു ഉറപ്പ് കിട്ടാത്ത സമയത്ത് പറയുക, കൂക്കി വന്ന് നിന്നെ പിടിക്കുമെന്നേ ചോറുണ്ടില്ലെങ്കിൽ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യം പറയാം, മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ പറയുക, ഒരു കാര്യം ചെയ്യും, ഈ തറ വൃത്തിയായിട്ട് തുടച്ചിടാൻ പറ്റുമോ എന്ന് ചോദിക്കുക. മോഹൻലാൽ വന്നു, ഞാനും വരുക, എനിക്ക് നല്ലോണം തുടച്ചിടാൻ അറിയാം, ഞാൻ ഒരു പാവപ്പെട്ടവനാണ്, ഞാനിങ്ങനെ തറ തുടച്ചിടുക. മോഹൻലാൽ ഇങ്ങോട്ട് വന്നിട്ട് പറയുക, തുടച്ചു, അയ്യോ എൻ്റെ തറതുടപ്പ് മോശമായി പോയി, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ കേപ്പബിലിറ്റീസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മളിത് ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്ന കോട്ടയിൽ നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങൾ ആരും അറിയരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇരുന്ന് നീറുവാണ്, പുകയാണ്. സമയം പോകുമ്പോൾ ഇതൊക്കെ മാറുടൂ. അതായത് കാർബൺ, കരിയില്ലേ, കൽക്കരി, ഈ സാധനം ചുമ്മാ വാരിയിട്ട് ട്രെയിനകത്തിട്ട് കത്തിക്കുന്നേ, ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ വജ്രമായി മാറും. പിന്നെ ഒരു ചെറിയ സാധനത്തിന് 1 ലക്ഷം രൂപയുള്ള സാധനമാകും. അപ്പോൾ സമയം കൊണ്ട്, സമയം കഴിയും തോറും ഈ സമയം വരും, ഈ സമയം പോവും, സമയം കഴിയും തോറും ഈ സമയവും കടന്നു പോവും. നിങ്ങളിപ്പോൾ സുഖത്തിലാണ് ജീവിക്കുന്നത്, ഈ സമയവും കടന്നു പോവും.
നിങ്ങളിപ്പോൾ ദുഃഖത്തിലാണ് ജീവിക്കുന്നത്. ഈ സമയവും കടന്നു പോകും. അടുത്ത സമയം വരും. തൻ്റെ മുഖത്ത് ചൊറിയുണ്ട്, തൻ്റെ മുഖത്ത് ബാഡാണ്, തൻ്റെ മുഖത്ത് മറ്റേതാണ്, തൻ്റെ മുഖത്ത് ഇതാണ്, തൻ്റെ കുഴപ്പം ഇതാണ്, തൻ്റെ കുഴപ്പം ഇതാണ്. ഇതാണ് ലോകത്തുള്ള എല്ലാ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറയുന്നത്. കാരണം എന്താ? ഇങ്ങനെ തൻ്റെ കുഴപ്പങ്ങൾ പറഞ്ഞാൽ മാത്രമേ താൻ അവരുടെ അടിയിൽ പോയിട്ട് ശരിയാ സാറേ ലൈക്ക് അടിക്കത്തുള്ളൂ. എനിക്കങ്ങനെ യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ തെറ്റാ സാറേ എന്ന് പറഞ്ഞ് ഡിസ്ലൈക്ക് അടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എപ്പോഴും നമ്മുടെ ചുറ്റും നിൽക്കുന്ന, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന, നമ്മൾ ആയിരക്കണക്കിന് രൂപ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് കമ്മ്യൂണിറ്റി ഓഫ് കാറ്റഗറി എന്ന് പറയുന്നത് ചില ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റുകളൊക്കെയാണ്. ഇവരെന്താണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്? ഡിസ്കസ് സംതിങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആണോ? അതാണ് നിൻ്റെ പതനം. അതാണ് നിൻ്റെ പതനം. അവിടെ വെച്ച് നിൻ്റെ പണി തീർന്നതാ പോയി. കാരണം പറയട്ടോ, താനെന്താ കരുതിയത്? രഹസ്യമായിട്ട് ആരും അറിയാതെ പോയിട്ട് ഒന്ന് കുമ്പസാരിക്കുമ്പോൾ ആ ആള്, കുമ്പസാര കേൾക്കുന്ന ആൾ, അയാളുടെ മെൻ്റൽ മൈൻഡ് സെറ്റ്, അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ ഇൻസ്റ്റിങ്സ്, അയാളെന്താണോ അതിനനുസരിച്ചായിരിക്കും നിൻ്റെ ലൈഫിലുണ്ടാവുന്ന ആൾട്ടർനേറ്റീവ്സ്. അയാൾ കൂടുതൽ എത്തിക്സിന് പകരം ലീഗലിലാണ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ നീ എന്താ ചെയ്തേ? ഗോവൻ അത് ചെയ്തിട്ടുണ്ട്. ഹലോ, 100 അല്ലേ സാർ, ഗോവൻ ഇത് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഒന്നും മനസ്സിലായി കാണത്തില്ല. ഇത് ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങളെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ നിങ്ങളൊരു 5 കൊല്ലം മുമ്പ് നിങ്ങളൊരു നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ആ നല്ല ഫ്രണ്ട് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടാണോ? ആണോ? നിങ്ങളൊരു സ്ത്രീ ആയിരിക്കാം, നിങ്ങളൊരു മരുമകളായിരിക്കാം, നിങ്ങൾ അമ്മായിയമ്മയുടെ ആയിരിക്കും അന്ന് വന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ആണോ, ആ ഒരു അവസ്ഥയിൽ നിന്നാണോ ഇന്ന് ഈ 4 കൊല്ലത്തിന് ശേഷം നിങ്ങൾ നിൽക്കുന്നത്? ആ ഒരവസ്ഥയിലാണോ നിൽക്കുന്നത്? ആണെങ്കിലാണെന്ന് പറയുന്നു. അവൻ ഫെയിലർ പറയാം. ഞാനീ പറയുന്ന കഥകളൊക്കെ വെറുതെയാണെന്ന് പറയാം. ഞാനീ പറയുന്നതൊന്നും ഈ പറയുന്നതിൻ്റെ കൂടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തതും ഞാൻ കണ്ടതും കേൾക്കാത്തതുമായ ഒരു കഥകളും ഞാൻ ആരോടും പറയാറില്ല. ഞാൻ കണ്ടു കേട്ട് മനസ്സിലാക്കിയതും ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതുമായ കഥകളാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ അമ്മയമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അന്നൊക്കെ വരുമ്പോൾ അമ്മ വരുമ്പോൾ, അമ്മേ രാവിലെ ചായക്ക് മധുരം വേണു, മധുരം കൂടിപ്പോയോ അമ്മ, ചില ഇതൊക്കെ കാണിക്കത്തില്ലേ? അമ്മാതിരിയുള്ള ഗോഷ്ഠികളും പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നേ. ഇപ്പോഴോ തൊള്ളോ എഴുന്നേറ്റിട്ട് എനിക്ക് ചായ ഇതിലല്ലേ. പിന്നെ നിങ്ങൾ അന്ന് നിങ്ങളുടെ ഭർത്താവിനോട് എങ്ങനെയാണ് ഡീൽ ചെയ്തിരുന്നത്? ചേട്ടാ കാലിൽ തൊട്ട് വരുങ്ങട്ടെ, എൻ്റെ ഭർത്താവ്, മക്കളെ പൊന്നെ നീ മറ്റേത്. എടാ ഇതൊക്കെ ചുമ്മാതെ ടൈം അക്കോർഡിംഗ് ടു ദ ടൈം ഫ്രെയിം ദാറ്റ് ഇറ്റ് വിൽ ബി ചേഞ്ച് എവറി ടൈം. ഇറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം, ഇറ്റ് ഈസ് ദ പ്രോബ്ലം ദാറ്റ്. ഞാനത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രശ്നം എന്താണ്? നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുനാളിലെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് എന്തുമായിരുന്നു? അന്നുണ്ടായിരുന്നു എനിക്കൊരു കൊച്ചു കാറ് വേണമായിരുന്നു. ഇന്നെൻ്റെ ആഗ്രഹം എന്താണ്? എനിക്ക് ഫെരാറെ വേണമെന്നാണ്. നാളെ ഒരു 90 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ 105ാമത്തെ വയസ്സ് എനിക്ക് ഫെരാറെ വേണ്ട. എൻ്റെ ആഗ്രഹം തന്നെ ശ്വാസം നല്ലോണം കിട്ടുന്ന ഒരു ഓക്സിജൻ സിലിണ്ടറും മാസ്കും മറ്റേ തന്നെ നേഴ്സും വേണമെന്നാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ടൈമിൻ്റെ അക്കോർഡിംഗ് ആയിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ടൈം ഫ്രെയിമിനെ മറന്നുകൊണ്ട് നിങ്ങളെന്തോ ഒരു വലിയ സംഭവമാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ മറ്റുള്ളവരെ അങ്ങോട്ട് ഇത് ചെയ്യുക. മറ്റുള്ളവരെ അന്ധമായി ഇത് ചെയ്യുവാന്നേ. ഇനി ഞാൻ പറയുന്നത് നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവരുടെ സ്വന്തം കാലം നിർത്താനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. ഏത് തെണ്ടി വന്ന് പറഞ്ഞാലും നീ ഇതിൻ്റെ കാര്യം നോക്കി പോടാ എന്ന് പറയാം. ഇന്നലെ വരെ ഞാൻ അങ്ങാണ്ട് ഒരു പെങ്കൊച്ച് PG ആണെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഷെയിം തോന്നി. അവൾ താണ്ട് തൂങ്ങിച്ചെത്തെന്ന് പറയുന്നു. ഇവിടെ സ്വന്തം കാലേ നിൽക്കാൻ പറ്റുന്നൊരു സംവിധാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാക്കി കൊടുക്കാത്തടത്തോളം കാലം താനൊക്കെ എന്തോ ചെയ്തിട്ടും കാര്യമില്ലെന്നേ. 500 കോടി രൂപ കൊണ്ട് കൊടുക്കുക, സ്ത്രീധനമാണ് 1000 കോടി അങ്ങോട്ട് കൊടുക്കുക. ഇവൻ 4 ദിവസം കൊണ്ട് റമ്മി കളിക്കും. എന്നിട്ട് വീണ്ടും വന്നിട്ട് അവിടെ ഇരിക്കുക കുഞ്ചു തീർത്തി കൂമ്പനടിച്ചിട്ട് പറയും പോയി വാങ്ങിച്ചോണ്ട് പാടിയെന്ന്. അവക്ക് സ്വന്തം കാലം നിൽക്കാമെങ്കിലേ മാറി നിൽക്കടാ തെണ്ടി, നിന്നെ എനിക്ക് ആവശ്യമില്ല, ഞാൻ അത് ചെയ്തോളാം. തിരിച്ച് ഭർത്താവിനും ഇത് തന്നെ പറയാൻ പറ്റുമോ?
ഇത്രയൊക്കെ പറഞ്ഞില്ലയോ, താനെന്തായാലും ആത്മഹത്യ ചെയ്യുക. അപ്പം പിന്നെ ഞാൻ പറയാനുള്ളത് സൊല്യൂഷനാണ്. ഈ ലോകത്തുള്ള സർവമാന ക്ലൈമേഴ്സും എന്നെപ്പോലുള്ള സർവമാന പഠിപ്പീരുകാരന്മാരും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം എന്നറിയോ? ഇവന്മാരൊക്കെ പറഞ്ഞു തരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള ഒരാളുമായി നിങ്ങൾ സമ്മതിക്കണമല്ലോ. സമ്മതിച്ചു. ഇന്നത്തെ ആ സംവാദനം കൊണ്ട് ഉണ്ടായ സംഭവം എന്താണെന്നറിയുമോ? ഇന്നത്തെ നിങ്ങളുടെ മരണം നിങ്ങൾ 2 മാസം 3 മാസം 5 മാസം മാറ്റി വെച്ചെന്നേ ഉള്ളൂ. ഒരു കാരണവശാലും ഈ പറയുന്ന അലവലാദികൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറയുന്നവന്മാരെ ഇല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻ്റലക്ച്വൽ മെൻറ്റേഴ്സ് എന്ന് പറയുന്നവന്മാരെ, ഈ പറയുന്ന ആശുപത്രിയിലിരിക്കുന്ന സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഇങ്ങനെ പറയുന്ന സർവ്വമാന തെണ്ടുകളും ഇവർ 2 പേര് കേസ് കൊടുത്തോളൂ. ഒരുത്തം പറയുന്ന കാര്യം കേൾക്കരുത്. കാരണം നിങ്ങളുടെ സീക്രട്ടുകൾ നിങ്ങളുടെ മാത്രം സീക്രട്ടുകളാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ താഴെ ഇടാം. ഏതിൻ്റെ? ഈ ഇരിക്കുന്ന വീഡിയോയുടെ താഴെ. നിങ്ങൾ എന്നോട് ഭയങ്കര വിശ്വസിച്ച് ഇങ്ങോട്ട് പറ, ചേട്ടാ എൻ്റെ അബദ്ധം പറ്റിപ്പോയി. എങ്ങനെ? ഈ ചേട്ടന് 5 ദിവസം കഴിയുമ്പോൾ 10 ദിവസം കഴിയുമ്പോൾ വേറെ ഇൻസ്റ്റിങ്, ഐ ആം ഓൾസോ എ ഹ്യൂമൻ ബീയിങ്, എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും. ശരി, അതുകൊണ്ട് സംഗതി മനസ്സിലായല്ലോ. അതുകൊണ്ട് അത് ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഗ്ലാസ്സിൽ മിററിൽ നോക്കിയിട്ട്, നിങ്ങൾക്ക് ലോകത്ത് വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നേ. നിങ്ങൾ പറയുന്ന മൊസാദിനെ പോലും ലോകത്തെ ഏറ്റവും വലിയ സംഭവം, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. ഈ കഥകളൊന്നും കേൾക്കാത്തതുകൊണ്ടും പാവപ്പെട്ട ഒരേ ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ച് കളയുന്നുണ്ടോ പറയുന്നത്. ഇവന്മാർക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിളിച്ചിരുത്തി കൂട്ടിരുത്തിക്കോ, കഥ പറഞ്ഞോ, അവനോട് പറയുമോ, ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാ ചേട്ടാ അങ്ങനെ ആയിരുന്നു കേട്ടോ ചേട്ടാ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടൻ രാത്രി ഒരു 1 മണിയാകുമ്പോൾ വിളിക്കും, കേട്ടോ മോളെ ഞാൻ ഇങ്ങനെ ചെയ്തെന്ന്. ഈ മാതിരിയുള്ള തെണ്ടിത്തരത്തിനൊന്ന് കൂട്ട് എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ. ഒരുത്തനോട് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ട. രാവിലെ എണീക്കുക, ഗ്ലാസ് ഉടയ്ക്കുക, മറ്റേ നല്ല വൃത്തിയായിട്ട് ഗ്ലാസ് ഉടയ്ക്കുക, അതിനകത്തോട്ട് നോക്കിയിട്ട് പറയുക ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. കുഴപ്പമുണ്ട്. ശരി, ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലയോ? ഒരു കാര്യം ചെയ്യും, ക്യാമറ അങ്ങോട്ട് ഓൺ ചെയ്യുക, അതിനകത്ത് മെമ്മറി കാർഡും ഒന്നും കാണല്ലേ, അങ്ങോട്ട് ഓൺ ചെയ്യുക. എന്നിട്ട് അവിടോട്ട് ഇന്ന് കാര്യം പറയുക. കരയാനുള്ളവൻ കരയുക, നല്ല ഭംഗിയായിട്ട് കരയുക. ചിരിക്കാനുള്ളവൻ നല്ല ഭംഗിയായിട്ട് ചിരിക്കുക. പണി കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് പറയുക. 1 പ്രാവശ്യം പറയുക, 2 പ്രാവശ്യം പറയുക, 3 പ്രാവശ്യം പറയുക. ഇതെന്തിനായി പറഞ്ഞതെന്നറിയോ? ഇതുകൂടെ പറഞ്ഞു കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഈ പൊട്ടം പറഞ്ഞതൊക്കെ ശരിയാണെന്ന്. പണ്ട് ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നൊരു പുള്ളിക്കാരനെ അറിയാമല്ലോ, എന്നെക്കാൾ കൂടുതൽ അറിയാം. ഈ പുള്ളിക്കാരന് ഒരേ കോമഡി വന്നിട്ട് വീണ്ടും പറയുക, ഞാൻ പുള്ളിക്കാരൻ വന്നിട്ട് പറയുക, ഇങ്ങനെ വായിക്കാത്ത കാലത്ത് ഇങ്ങനെ കാണിക്കുക. ഞാൻ കാണിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ആൾക്കാർ ചിരിച്ചു. 1 പ്രാവശ്യമായി, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 10 പ്രാവശ്യം ഇങ്ങനെ കാണിക്കുമ്പോൾ ആരുടെ ചിരിക്കുന്നത്? ഇവിടെ മനുഷ്യൻ ആ ചിരിക്കുന്നത്, മനുഷ്യന് സുഖം കിട്ടുന്ന ഒരു കാര്യത്തിൽ പോലും ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരുത്തും ചിരിക്കുന്നില്ല. അപ്പം ദുഃഖകരമായ ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞാൽ അവന് ദുഃഖമാണോ കിട്ടുന്നത്, സുഖമാണോ കിട്ടുന്നത്? അവൻ അതുമായിട്ട് താതാമ്യം പ്രാപിക്കും. എന്ന് വെച്ചാൽ അവൻ്റെ പ്രശ്നങ്ങളുമായിട്ട് അവൻ താതാമ്യം പ്രാപിക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യണ്ടേ? അവൻ്റെ പ്രശ്നങ്ങൾ അവൻ റെഗുലറായിട്ട് പറയുക. ഇന്ന് കാണുക, കേൾക്കുക, വീഡിയോ എടുക്കുക, കളയുക. ഞാനായിട്ട് കണ്ടുപിടിച്ച് വലിയൊരു തിയറിയൊന്നും അല്ലെന്നേ. നിങ്ങളിപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് എത്ര പേര് കാണുമെന്നോ? എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ഒരു 30,000-40,000 പേരൊക്കെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ. കാര്യങ്ങൾ ഫ്രാങ്കായിട്ട് സംസാരിച്ചപ്പോൾ 30-40 പേരൊക്കെ ആയി. ഇതിനകത്തുനിന്ന് കുറേ ആൾക്കാർ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരാൾ മതി, ഒരൊറ്റ ആൾ മതി. പക്ഷേ അത് നിൻ്റെ മനസ്സിൽ തട്ടിയിട്ടായിരിക്കണേ, അത് സത്യമായിരിക്കണം. അങ്ങനെ എനിക്ക് ഈ കയ്യിലോട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റിയുണ്ടല്ലോ, ഇങ്ങനെ ചത്ത് പോലെടാ വച്ച് എന്ന് പറഞ്ഞ് എനിക്ക് പിടിക്കാൻ പറ്റിയ, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. പിന്നെ പൊങ്കാല അത് നിങ്ങളിട്ടോ. ഓക്കെ, എന്നാൽ ബാക്കി പിന്നെ കാണാം.